യജമാനനറിയാം, യജമാനൻ വീട്ടിലില്ല, എന്നെ കുറെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാ പോയത്, എനിക്ക് ആരും പേടിക്കേണ്ട കാര്യങ്ങൾ, ചുറ്റും ആരും കാണുന്നില്ല. എന്നിട്ടും വിശ്വസ്തയോടെ ദൈവഭയത്തോടെ അവൻ കാര്യങ്ങൾ ചെയ്യുവാനിടയായിത്തീരുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മേഖലയാ കപടമില്ലാത്ത സ്നേഹം, കപടമില്ലാത്ത കൊടുപ്പ്, കപടമില്ലാത്ത വാങ്ങല്. കപടമുള്ളതിനെ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. പ്രിയമുള്ളവർ, ഇതെന്തിനാണ് ഇതെല്ലാം പറയുന്നത്? ആ നിത്യതയുടെ തുറമുഖത്ത് നമുക്ക് എത്തിച്ചേരണം. പ്രിയമുള്ളവരെ, ഇവിടെയുള്ള കറ, വാട്ടം, മാലിന്യം, ചുളുക്കം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ആ നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരണം. അതിനുവേണ്ടി ടീച്ചിങ്, കറക്റ്റിംഗ് ആൻഡ് റിബ്യൂക്കിംഗ്. നമുക്ക് വചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ഉം 25-ഉം വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ഹല്ലേലൂയ. ഇവിടെ ആ ഒന്നാമത്തെ ഭാഗത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആർ വി വൈസ്? നമ്മൾ ബുദ്ധിമാന്മാരോ? ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ലോകം ബുദ്ധിമാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാ ലോകം ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ IPS, IAS, പിന്നെ സയൻറ്റിസ്റ്റുമാർ, ഇവരൊക്കെ ലോകം ബുദ്ധിമാന്മാരെന്ന് പറയുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ കർത്താവ് അവരെയൊക്കെ നോക്കി, അവരൊക്കെ കർത്താവിൻ്റെ മക്കളും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു അവരെയൊക്കെ. പക്ഷെ ലോകത്തിൻ്റെ ബുദ്ധിയെക്കുറിച്ച് കർത്താവ് എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49-20 ഒന്ന് വായിക്കാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അപ്പോൾ ഈ ലോകത്തിൻ്റെ ബുദ്ധിയും ലോകത്തിൻ്റെ ജ്ഞാനവും എല്ലാം എങ്ങനെ ഇരിക്കുന്നു? സ്തോത്രം. ദൈവം ബുദ്ധിമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരായിരിക്കും? സ്തോത്രം. ഒരു സമർപ്പണം. ആദ്യം ദൈവവചനം തുടങ്ങുന്നതിന് മുമ്പേ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് മനസ്സ് തുറന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവ് എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനം എന്നോട് സംസാരിക്കണമേ കർത്താവേ, എന്നോട് ഇടപെടണമേ, എൻ്റെ ഭവനത്തോട് ഇടപെടണമേ. അത് വിടുതലായി മാറട്ടെ, അത് സമാധാനമായി മാറട്ടെ, അങ്ങ് എൻ്റെ മേൽ ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആര് ദൈവസന്നിധിയിലായിരിക്കുന്നു അവരോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെട്ട് തന്നെ ഹല്ലേലൂയ നിങ്ങളെ ഇവിടെ നിന്ന് മടക്കി അയക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. ലോകം ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താ പറഞ്ഞ? വായിച്ചു കേട്ട എന്താ? വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. ഹല്ലേലൂയ. ജ്ഞാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ദൈവം നോക്കി വൈസ് എന്ന് പറയുന്ന, ബുദ്ധിമാൻ എന്ന് പറയുന്ന, ജ്ഞാനി എന്ന് പറയുന്ന, ഹല്ലേലൂയ, ദൈവം നോക്കി പറയുന്ന ആരെയാണ്? സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ആരെയാ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, എനിക്ക് എടുത്തു പറയുവാനുള്ള നമ്മുടെ പേരും നമ്മുടെ സ്ഥലപ്പേരും വെച്ചൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആർമി പാങ്ങോടിനടുത്ത് തിരുമലായില്, ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മകനുണ്ട്. കർത്താവ് നോക്കി പറയേണ്ടതാ. ഹല്ലേലൂയ, സ്തോത്രം. മണന്തലയിൽ ഇന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു, അവന് ബുദ്ധിമാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഓരോ സ്ഥലത്തെയും നാം താമസിക്കുന്ന സ്ഥലം വെച്ചൊന്ന് പറഞ്ഞേ. കർത്താവ് നോക്കി നമ്മെ നോക്കി അങ്ങനെ പറയുന്നുണ്ടോ? സ്തോത്രം. എങ്കിൽ നാം ദൈവസന്നിധിയിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മത്തായി 7-ന്റെ 24-25 ഒന്ന് വായിച്ചേ.
ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. 24 25. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ഹല്ലേലൂയ. കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധിമാൻ. പ്രിയമുള്ളവരെ, യേശുവിനെ ഒത്തിരി പേര് കേൾക്കുന്നു, യേശുവിനെ ഒത്തിരി പേര് അറിയുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് നാം ട്രാക്ട് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ നൂറനാട് കുഷ്ഠരോഗികളുടെ ആശ്രമത്തിൽ പോയി. അവിടെ പോയി 1-2 പേരെ സ്നാനപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടിരുത്തി, കൈയും കാലും ഒന്നുമില്ല, എടുത്ത് കസേരയിലൊക്കെ ഇരുത്തി പാസ്റ്ററും നമ്മൾ 3-4 പേര് ഒരുമിച്ചാണ് സ്നാനപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ ആരോഗ്യത്തിനായിട്ട് സ്തോത്രം. ഞാൻ അവിടെ നിന്ന് കണ്ണ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് സ്തോത്രം ചെയ്തു പോയി. ഒരുപാട് പേര് യേശുവിനെ അറിയുന്നുണ്ട്. പക്ഷേ നമുക്ക് താഴോട്ട് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ഇവരൊക്കെ അനുസരിക്കണമെന്നില്ല. വചനം കേൾക്കുന്നു, ഒരുപാട് വചനം കേട്ടുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് ആ വ്യക്തിയുടെ ജീവിതം? കുടം കമിഴ്ത്തി വെച്ചിരിക്കുകയാണ്, വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരാകാം, ഉപവസിക്കുന്നവരാകാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം ഞാനിവിടെ സംസാരിച്ചിട്ട് കടന്നു പോകുമ്പോൾ കർത്താവിനോടൊന്ന് സംസാരിക്കണം. കർത്താവേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ, നാം സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് പാസ്റ്റർ സമത് വായിച്ചപ്പോഴും കേട്ടു. സ്തോത്രം. എനിക്ക് പറയുവാനുള്ള ദൈവവചനം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും ഇതാകുന്നതാകും. ഇതെന്തിനാണ് ഇതെല്ലാം പറയുന്നത്? ആ നിത്യതയുടെ തുറമുഖത്ത് നമുക്ക് എത്തിച്ചേരണം. പ്രിയമുള്ളവരെ, ഇവിടെയുള്ള കറ, വാട്ടം, മാലിന്യം, ചുളുക്കം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ആ നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരണം. അതിനുവേണ്ടി ടീച്ചിങ്, കറക്റ്റിംഗ് ആൻഡ് റെബ്യൂക്കിംഗ്, ഹല്ലേലൂയ, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും എല്ലാം നമ്മെ ഓരോ ദിവസവും കഴുകൽ പ്രാപിച്ച് വചനം കേൾക്കുമ്പോൾ ഒന്നുകൂടെ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. സംസാരങ്ങളുണ്ട്, വഴക്കുണ്ട്. അല്ലെങ്കിൽ ഒരു വീട്ടിലാവുമ്പോൾ വഴക്കുണ്ടാകും, കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാകും, അടിപറ്റിക്കും കുഞ്ഞുങ്ങൾക്ക്, പക്ഷെ അവരെ വീണ്ടും ചേർത്ത് പിടിക്കുന്നു. സ്തോത്രം. ദൈവസഭയും അങ്ങനെയാണ്. വഴക്കുണ്ട്, സംസാരമുണ്ട്. ചിലപ്പോൾ അടുക്കി വെക്കുന്നത് പിള്ളേർ വന്ന് മാറ്റിയിട്ടെന്നിരിക്കും, അവിടെ വിഷമം തോന്നും. ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുവാനല്ല നമ്മുടെ ഹൃദയത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൻ്റെ 24-ാമത്തെ വാക്യം, ഹല്ലേലൂയ, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, ഹല്ലേലൂയ, കേൾക്കുക പ്ലസ് ചെയ്യുക സമം ബുദ്ധിമാൻ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ബുദ്ധിമാൻ എന്ന് പറയുന്ന ആരെയാണ്? ദൈവവചനം കേൾക്കുകയും അത് ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ യൂട്യൂബിലൊക്കെ 24 മണിക്കൂറും വചനം കേൾക്കുന്നു. ഹല്ലേലൂയ. നെറ്റ് വഴിയൊക്കെ നമുക്ക് ഒത്തിരി വചനങ്ങൾ കേൾക്കാം. ഇതെല്ലാം കേട്ട് ഇരിക്കുവാനേ പറ്റത്തുള്ളൂ. പക്ഷേ അത് അനുസരിക്കുവാൻ കർത്താവിനോട് പറഞ്ഞാൽ, അപ്പാ, ഈ കേൾക്കുന്ന വചനം, ഹല്ലേലൂയ, ഇവിടെ ഒത്തിരി ദൈവദാസന്മാർ, ഫേമസ് ആയിട്ടുള്ള ദൈവദാസന്മാരുണ്ട്, വന്നിട്ടുണ്ട്. അവരൊക്കെ ഒത്തിരി വചനങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഹല്ലേലൂയ. കേൾക്കുന്നു. സ്തോത്രം. 24 മണിക്കൂറും വചനം കേൾക്കുന്നു. കർത്താവിനോട് ആ സെൻറ്റൻസ് ഒന്ന് പറയാം. അപ്പാ, കേൾക്കുന്ന വചനം അനുസരിക്കുവാൻ കർത്താവെ, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ. അല്ലെങ്കിൽ നാം പരിശുദ്ധാത്മാവിനോട് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അത് ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കുക പ്ലസ് അനുസരിക്കുക, അതാ ബുദ്ധിമാനെന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗം മാത്രം ചെയ്യുന്നവനല്ല. അതൊന്നുകൂടെ ശബ്ദത്തിലൊന്ന് വായിച്ചേ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, അതാ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. കേട്ടനുസരിക്കാത്തവൻ ആരല്ല? ബുദ്ധിമാൻ അല്ല. യാക്കോബ് 1:22 ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട്, കണ്ടോ, വീണ്ടും പറയുന്നു, കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. അപ്പൊ നമ്മൾ ഈ കേട്ടിരുന്നാൽ നമ്മളെ തന്നെ എന്ത് ചെയ്യാണ്? ചതിക്കുകയാണ്. അത് കേൾക്കുക മാത്രം ചെയ്യാതെ തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഹല്ലേലൂയ. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. സ്തോത്രം. അത് ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഹല്ലേലൂയ. പിന്നെ ദൈവവചനം അനുസരിക്കുന്നത് ആരെ പറ്റി പറയുന്നു എന്ന് ദൈവം പറയുന്നൊരു കാര്യം ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 19:5 ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 19:5. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും. അവിടെയും കണ്ടോ, നിങ്ങൾ പഴയ നിയമത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയം എങ്ങനെയുള്ളതാ? നിങ്ങൾ എൻ്റെ
വാക്ക് കേട്ട് അനുസരിക്കുകയും വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഹല്ലേലൂയ. പ്രത്യേക സമ്പത്തായിരിക്കും. ഹല്ലേലൂയ. സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പറ്റുമെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. കേൾക്കുകയും അനുസരിക്കുകയും സമം ബുദ്ധിമാൻ. ഹല്ലേലൂയ. അവരെ പറ്റി ദൈവം പറയുന്നത് ഹല്ലേലൂയ എൻ്റെ സമ്പത്തായിരിക്കുമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. നാം ഓരോ വിശ്വാസിയും ഒരു ബിൽഡറാണ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓരോ വിശ്വാസിയും ഒരു ബിൽഡറാണ്. സ്തോത്രം. അല്ലേ, ഓരോരുത്തൻ അവനവൻ്റെ ജീവിതത്തെ പണിയണം. ഹല്ലേലൂയ. അതെങ്ങനെ? വചനം കൊണ്ട്. രാവിലെ എഴുന്നേറ്റുന്നു വചനം വായിച്ച് തന്നെ അന്നത്തെ ജീവിതം ആരംഭിക്കണം. സ്തോത്രം. വേദോത്സവം എടുത്ത് വയ്യായെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊന്ന് വെച്ചേക്കണം, കട്ടിലേ വെച്ചേക്കണം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഉറക്കം ഉണർന്ന ഉടനെ തന്നെ വേദപുസ്തകം എടുത്തൊന്ന് ഫ്രഷായിട്ട് ആ മൈൻഡിൽ ആ വചനം കേൾക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനുണ്ട്, അവൾ എൻ്റെ സമ്പത്താണെന്ന് ദൈവം നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ഹൃദയത്തെ ഒന്ന് ഒരുക്കി കൊടുക്കുവാൻ തയ്യാറാണോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. റമാന റാംധുനി ഹൽത്തന രഹസി. ഹല്ലേലൂയ. ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ മേൽ ദൈവത്തിന് ഹല്ലേലൂയ റിവൈവൽ അയക്കുവാൻ കഴിയും. അല്ലാതെ ശുദ്ധീകരണമില്ലാത്തടത്ത് ഹല്ലേലൂയ ഒരിക്കലും ദൈവം ഇറങ്ങി വരത്തില്ല. 100% ഗ്യാരണ്ടിയാ. ദൈവത്തെ അന്വേഷിക്കുന്ന ഹല്ലേലൂയ ദൈവവചനം കേട്ട് അത് ചെയ്യുന്ന ഹല്ലേലൂയ ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അടിയനിതാപ്പ എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ എളിയ ചെറിയ കുടുംബമുണ്ട് എന്നൊന്ന് പറയുവാൻ ഹല്ലേലൂയ നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഈ 25-ാമത്തെ വാക്യം ഹല്ലേലൂയ വായിച്ചാട്ടെ സിസ്റ്ററെ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. ഫൗണ്ടേഷൻ ശരിയല്ല എങ്കിൽ വൻമഴ വരും. വീടൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നു, ഭയങ്കര കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ദിവസം വൻമഴ വരും. അന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ നിലവിളിക്കും, അയ്യം വിളിക്കും. ഹല്ലേലൂയ. പറ്റത്തില്ല പ്രിയമുള്ളവരെ. ഫൗണ്ടേഷൻ കർത്താവിലാണ് ഇടുന്നതെങ്കിൽ ഹല്ലേലൂയ കേൾക്കുന്ന വചനം പ്രമാണിക്കുകയാണെങ്കിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. സേവിക്കാൻ വേണ്ടി ഇറങ്ങിയെങ്കിൽ നല്ലവണ്ണം വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്ക്. ദൈവം മാനിക്കുവാനിടയായിത്തീരും. നിന്റെ കുടുംബത്തെ മാനിക്കുവാനിടയായിത്തീരും. ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കുവാനിടയായിത്തീരും. രോഗമാണോ, പ്രയാസമാണോ, പ്രതികൂലമാണോ, എന്താ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കർത്താവിൽ തന്നെ ആണോ എന്ന് ഒന്നുകൂടെ ഒന്നെന്ന് പകൽക്കാലം അല്ലെങ്കിൽ ചിന്തിച്ചിട്ടേ കടന്നു പോകാവൂ. അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ സ്പിരിച്വൽ ഹൗസിന് എല്ലാ ദിവസവും ഒരു ചെക്കിങ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ വചനം വായിച്ച് ആരംഭിക്കണം നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഡെയിലി നമ്മുടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചെക്കിങ് വേണം എവറിഡേ ലൈഫിന്. ഹല്ലേലൂയ. സ്തോത്രം. അത് വചനം കൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളൊന്ന് നെഞ്ചത്തോട്ട് കരം വെച്ച് കർത്താവിനോട് പറഞ്ഞപ്പാ, നല്ലൊരു ഫൗണ്ടേഷൻ എനിക്ക് വേണം പപ്പാ. തിരുവചന പ്രകാരം നല്ലൊരു ഫൗണ്ടേഷൻ, ക്രിസ്തുവിൽ തന്നെ അടിസ്ഥാനം എനിക്ക് വേണം. അങ്ങിലൂടെ എനിക്ക് യാത്ര ചെയ്യണം. കാറ്റ് വന്നാൽ, മഴ വന്നാൽ ഞാൻ വീഴത്തില്ല. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പറയാം. ഹല്ലേലൂയ. നാം വിജിലൻ്റ് ആയിരിക്കണം, ബുദ്ധിമാനായിരിക്കണം. എപ്പോഴും ഹല്ലേലൂയ ബുദ്ധിയുള്ളവർ തന്നെ ആയിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന മേഖല അത് തന്നെയാണ്. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതനുസരിക്കുന്നവരായും ഇരിക്കുക. സ്തോത്രം. രണ്ടാമതായി, ഒരുങ്ങിയിരിക്കുന്നവൻ ബുദ്ധിമാൻ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യം, 45-ഉം 46-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തനായിരിക്കുന്നവൻ ബുദ്ധിമാൻ. ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തനായിരിക്കുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞു, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ ബുദ്ധിമാൻ.
ഹല്ലേലൂയ. ബുദ്ധിമതി, ബുദ്ധിമാൻ. സ്തോത്രം. രണ്ടാമത്, ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരുന്നാൽ അവൻ ബുദ്ധിമാൻ, അവൻ ഒരുങ്ങിയിരിക്കുന്നവനാണ്. സ്തോത്രം. യജമാനൻ യാത്ര പുറപ്പെടും മുമ്പേ ദാസന്മാരിൽ 2 പേരെ വിളിച്ച് ചെയ്യേണ്ടതായ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. അതിൽ ഒരാൾ വിശ്വസ്തയോടെ ചെയ്യും. നമുക്കറിയാവുന്ന പോർഷനാണ്. സ്തോത്രം. ഒരാള് വിശ്വസ്തയോടെ വേല ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവനറിയാം യജമാനൻ വീട്ടിലില്ല, എന്നെ കുറെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാ പോയത്. അല്ലെങ്കിൽ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ചുറ്റും ആരും കാണുന്നില്ല. എന്നിട്ടും വിശ്വസ്തയോടെ, ദൈവഭയത്തോടെ അവൻ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരുന്നു. ബട്ട് സ്റ്റിൽ ഹി വാസ് ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. മറ്റവൻ യജമാനൻ വരാൻ വൈകുന്നു എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? തിന്നാനും കുടിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വരാൻ താമസിക്കുന്നു എന്നറിഞ്ഞിട്ട് ഹല്ലേലൂയ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, വാക്കുകളുണ്ട് ഉപദ്രവിക്കുന്നു. സ്തോത്രം. മുറിപ്പെടുത്തുന്നു. യജമാനൻ വരാൻ താമസിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യജമാനൻ വരാൻ കാത്തിരിക്കുന്നവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. എവിടം വരെ? ടിൽ ദ എൻഡ്. അവനാണ് ബുദ്ധിമാൻ. സ്തോത്രം. 1 കൊരിന്ത്യർ 4:1-2 വായിക്കാമോ? 1 കൊരിന്ത്യർ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. പിന്നെ താഴോട്ട്. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത്. പരസ്പരം വിധിക്കാതെ ഒരുവനെ ഒരുവൻ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. നാം മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-48 ഒന്ന് വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവനെ മുറിപ്പെടുത്തുന്നതാണോ? മാനസാന്തരപ്പെടുക, കർത്താവിലേക്ക് അടുത്ത് വരിക. കർത്താവ് വരും നിശ്ചയം. ഹല്ലേലൂയ. അവൻ പോയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ സ്ഥലം ഒരുക്കിയിട്ട് വരും. ഹല്ലേലൂയ. നമ്മെ കൊണ്ടുപോകുവാൻ വേണ്ടി, നമുക്ക് കർത്താവിനെ എതിരേൽക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കാം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോടെ ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവം നോക്കുന്ന മേഖലകൾ അതൊക്കെ. കർത്താവിനെ അന്വേഷിക്കുന്ന വിശ്വസ്തന്മാരുണ്ടോ എന്ന് ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നന്മ ചെയ്തവർ. യോഹന്നാന്റെ സുവിശേഷം 5-28 വാക്യം പെട്ടെന്നൊന്ന് വായിക്കാമോ? 5:28 യോഹന്നാൻ. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ നന്മ ചെയ്യുന്നു എങ്കിൽ, ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യുന്നു എങ്കിൽ അവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും നിത്യമായ ന്യായവിധിക്കായും അവരെ പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു ഏൽപ്പിച്ചിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25-1 മുതലുള്ള വേദഭാഗം നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. 1 മുതൽ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ഈ ഉപമയെക്കുറിച്ച് ഇവിടെ ഒരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. മണവാളന്റെ വരവിന് മുമ്പേ എണ്ണ കരുതിയിരിക്കുന്നവർ ബുദ്ധിമാന്മാർ. സ്തോത്രം. ആദ്യം ഞാൻ കേട്ട ഭാഗങ്ങളൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മണവാളന്റെ, ഈ മത്തായി എഴുതിയ സുവിശേഷം 25-1 വരെയുള്ള വാക്യങ്ങൾ, മണവാളന്റെ വരവിന് മുമ്പേ എണ്ണ കരുതിയിരിക്കുന്നവർ ബുദ്ധിമാന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഉപമ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഒരു റെഡിനെസ്, ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 10 പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ 5 പേരുണ്ടായിരിക്കും. അതിൽ 2 പേരായിരിക്കും കർത്താവിൻ്റെ കാഹളനാദത്തിങ്കിൽ എടുക്കപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പാപങ്ങളെയൊക്കെ പോക്കി, കർത്താവെ കുറവുകളും കുറ്റങ്ങളും ഉണ്ട്, എന്നോട് ക്ഷമിക്കണമേ. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ മനസ്സ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിക്കണം. പ്രിയമുള്ളവരെ, ഈ പൊടിപടലം കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ നാം ജീവിക്കുന്നത് പോലെ പാപം കൊണ്ട് നിറഞ്ഞതായ ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലെങ്കിൽ പാപമില്ലാത്ത ഒരു വിശുദ്ധ സഭയായി, വിശുദ്ധ വ്യക്തിയാക്കി, അല്ലെങ്കിൽ കർത്താവെ എന്നെ മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കാം. നമ്മുടെ ആത്മീയ ജീവിതം ദൈവവചന പ്രകാരം ഒരുക്കമുള്ളതായിരിക്കണം.
ചിട്ടപ്പെടുത്തിയതായിരിക്കണം. അത് നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലായാലും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ അടുക്കും ചിട്ടയും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ചെറിയൊരു ഡിസോർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം വരും. കാരണം എല്ലാം ചിട്ടയായിട്ട് പോകണം. പക്ഷേ നമ്മുടെ ദൈവം തമ്പുരാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയുമായിട്ട് പോകണമെന്ന്. ഹല്ലേലൂയ. കർത്താവ് നോക്കി പറയണം, ഹല്ലേലൂയ, ഇന്ന സ്ഥലത്ത് എൻ്റെ മകൻ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ്, അവൻ എൻ്റെ സമ്പത്താണ്, ഹല്ലേലൂയ എന്ന് പറയണം. സ്തോത്രം. വചനത്തിലുടനീളം ഒത്തിരി ഭക്തന്മാരുണ്ട്. അബ്രഹാം മുതൽ ഇങ്ങോട്ട്, ഹല്ലേലൂയ, യോഹന്നാൻ വരെ, സ്തോത്രം, ഒത്തിരി ഭക്തന്മാരുണ്ട്. അവരൊക്കെ ദൈവത്തിൻ്റെ സമ്പത്താണ്. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും സകല പാപവും വിട്ട്, മുറുകെ പറ്റുന്ന പാപങ്ങൾ വിട്ട് ഓടി നമ്മുടെ ഓട്ടം എവിടെയാ? ലക്ഷ്യസ്ഥാനം കാണണം, അവിടെ എത്തണം, എത്തിച്ചേരണം. അതാണ് നമ്മുടെ, ഹല്ലേലൂയ, ഓട്ടവും പ്രാർത്ഥനയും തയ്യാറെടുപ്പും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇവിടെ ആ 2-3 മുതൽ താഴോട്ടൊന്ന് വായിച്ചാട്ടെ സിസ്റ്ററെ പെട്ടെന്ന്. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾക്ക് വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. സ്തോത്രം. ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ബുദ്ധിയുള്ളവരായിരിക്കണം. ഇവിടെ 5 പേരും 10 പേരും ഉറങ്ങി. ഇവിടെ ഉറക്കമല്ല വിഷയം. സ്തോത്രം. അതിന്റെ ശേഷം മതി. ഉറക്കമല്ല വിഷയം. അവിടെ ഒരു തയ്യാറെടുപ്പ്, ഒരു പ്രിപ്പറേഷൻ. നേരത്തെ, ഹല്ലേലൂയ, ഒന്ന് റെഡിയായിരുന്നു. സ്തോത്രം. ഒരു ആവശ്യത്തിന് പോകാൻ വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളോട് മറ്റുള്ള ഗെറ്റ് റെഡി, പെട്ടെന്ന് റെഡിയാകുക, തയ്യാറെടുക്ക്. കർത്താവിൻ്റെ ആ വരവിൻ്റെ പീക്ക് പോയിന്റിലെ ഞൊടിയിടയിൽ കാഹളം ധ്വനിക്കും. ആ സമയത്ത് നമുക്ക് ഒരുങ്ങാനുള്ളതല്ല, ഇപ്പോഴേ നമ്മൾ ഒരുങ്ങണം. ഇപ്പോഴേ കാഹളം ധ്വനിച്ച് എടുക്കപ്പെട്ട് ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് തയ്യാറായിരിക്കുന്നവർക്ക് ഒന്നും അങ്ങോട്ട് എണ്ണ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമുക്ക്, അതായത് എൻ്റെ കുഞ്ഞാണപ്പാ, എനിക്ക് 2-3 മക്കളുണ്ട്, അവർക്കൊന്നുകൂടെ കൊടുക്കണം എനിക്ക് എണ്ണ, പറ്റത്തില്ല. നാം നേരത്തെ ഞാൻ അതാ വായിച്ച് കൽപ്പിച്ചത്. ഹല്ലേലൂയ. തമ്പുരാൻ വന്നു, സൈറൻ മുഴങ്ങി, ഞൊടിയിടയിൽ എടുക്കപ്പെട്ടു. സ്തോത്രം. അതിനിടയ്ക്ക് വെച്ച് എൻ്റെ ഇന്നാരാണ്, അവരാണ്, ഇവരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത്, ഹല്ലേലൂയ, നിത്യതയിൽ ചേർക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അവസാന സമയത്ത് എണ്ണ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴേ നമുക്ക് ശേഖരിക്കാം. ഈ ചെറിയ പ്രാർത്ഥനയിൽ കൂടെ, ഉപവാസ പ്രാർത്ഥനയിൽ കൂടെ, ഹല്ലേലൂയ, പാട്ടിൽ കൂടെ, ആരാധനയിൽ കൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ കൂടെ എണ്ണ ശേഖരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കുറച്ച് ഭാഗം കൂടെ ഉണ്ട്, ഞാൻ ഓടിച്ചെന്ന് പറയാം. ഹല്ലേലൂയ. നാം വെളിച്ചത്തിൽ വസിക്കുന്നവരാകണം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? 2. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്ന. നിർത്താം. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും, അത് പറയുക മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഞാൻ വെളിച്ചത്തിൽ വസിക്കുന്നപ്പാ, എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്കൊരു സഹോദരിയുണ്ട്, ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിലെ സഹോദരി. അവളെ ഞാൻ സ്നേഹിക്കാതെ അവളോട് കയ്പായിരുന്നിട്ട് ഇവിടെ നിന്ന് ദൈവവചനം സംസാരിച്ചു കഴിഞ്ഞാൽ കർത്താവിനത് ഇഷ്ടമുണ്ടോ? ഇല്ല. സ്തോത്രം. നിങ്ങളിൽ ജ്ഞാനി ആരാണ് വൈസ്? അല്ലല്ലോ, നമ്മൾ ഇതുവരെ അതെല്ലാം കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. സ്തോത്രം. ഇനി അത് പ്രമാണിക്കും. കർത്താവേ, ഇന്ന് കേട്ട വചനം പ്രമാണിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് വായിക്കാം. യാക്കോബ് 3:13 മുതൽ 18 വരെ നമുക്കൊന്ന് വായിക്കാം. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ. ആരാണ് ജ്ഞാനി? ആരാണ് വിവേകി? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ. അവന്റെ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണ്? ജ്ഞാനത്തിന്റെ ലക്ഷണം?
സ്തോത്രം. ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. വേദപുസ്തകം മറിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കാം. ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താ? ഒന്നാമത് സൗമ്യത. പിരിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. സമയം നമ്മുടെ മുന്നിലില്ല. പിന്നെ രണ്ട്, നല്ല നടപ്പ്. നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? സ്തോത്രം. വിശുദ്ധമായിരിക്കണം. ദൈവസന്നിധിയില് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, അശുദ്ധമായ നടപ്പുകളെല്ലാം എന്നിൽ നിന്ന് മാറിപ്പോകട്ടപ്പാ. ദൈവാലയത്തിൽ ഞാൻ ഇന്ന് പകൽക്കാലമായിരിക്കുന്നു, എന്റെ നടപ്പ് വിശുദ്ധമായിരിക്കണമേ. അങ്ങേക്ക് ഇഷ്ടമുള്ള മകനാക്കി മകളാക്കി എന്നെ മാറ്റണമേ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും. ജ്ഞാനി അല്ലാത്തവനാരാണ്? ജ്ഞാനി അല്ലാത്തവനാരാണ്? ഹൃദയത്തിൽ എന്തുള്ളത്? ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ അതിന്റെ ഹൃദയത്തിൽ, അതിന്റെ മോളത്തെ ഹൃദയത്തിൽ കയ്പുള്ളവൻ. നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ളവൻ ഈർഷ്യയും. ദൈവം പറയുന്നു വയസ്സല്ല, ജ്ഞാനിയല്ല. സ്തോത്രം. ഈർഷ്യയുണ്ടോ? ജ്ഞാനിയല്ല, വയസ്സല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. വായിച്ചാട്ടെ 14-ാമത്തെ വാക്യം, വേഴ്സ് 14. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ. കയ്പുള്ള ഈർഷ്യയുള്ള ശാഠ്യമുള്ള എന്തെങ്കിലും ഉണ്ട്, അവൻ ജ്ഞാനിയല്ല. സത്യത്തിന് വിരോധമായി സംസാരിക്കുന്നവൻ ജ്ഞാനിയല്ല. ഭോഷ്ക് പറയുന്നവൻ ജ്ഞാനിയല്ല, വയസ്സല്ല. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, കർത്താവിൽ നിന്ന് വരുന്നതല്ല. അതിന് എന്താ പറയുന്നത്? പൈശാചികവും പ്രാകൃതവും അത്രേ. അതിനെ വിട്ടൊഴിയുവാനാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് വരുന്നതല്ല അത്. അതെന്താണ്? പൈശാചികവും പ്രാകൃതവും അത്രേ. പ്രാകൃത മനുഷ്യനെ നാം അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്നാണ് വചനം വായിക്കുന്നത്. പ്രാകൃത മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടെ തൊലി ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണല്ലേ? ഹല്ലേലൂയ. പോളിഷ് ചെയ്ത് പുതിയതാണെന്ന് പറഞ്ഞു വെക്കും, പക്ഷെ തോലുരിച്ച് കളയും, തൊലി ഉരിഞ്ഞും. ഹല്ലേലൂയ. അവൻ്റെ പ്രവർത്തികളോട് കൂടെ അതിനെ ഉരിഞ്ഞു കളഞ്ഞ് അവനൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്തിന് ഇതൊക്കെ പറയുന്നു പറഞ്ഞാൽ നമുക്ക് അവിടെ എത്തിച്ചേരണം. അതിനുള്ളൊരു ഒരുക്കമാണ്, തയ്യാറെടുപ്പാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇനി നമുക്ക് ഉയരത്തിലെ ജ്ഞാനം, വേഴ്സ് 17. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം, പിന്നെ സമാധാനം, ശാന്തതയും അനുസരണയും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് വചനം പറഞ്ഞിരിക്കുന്നു അല്ലേ? നമ്മുടെ ഭവനത്തിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കണം. നമ്മുടെ സംസാരം സമാധാനമുള്ളതാകണം. സ്തോത്രം. ഒരു വാക്ക് പറഞ്ഞാൽ ചാടിക്കടിക്കുന്നത് മാറ്റണം, സമാധാനത്തോടെ ആയിരിക്കണം. അല്ലെ, ആരും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. നമ്മൾ മനുഷ്യനാണോ? സമാധാനക്കേടുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ബുദ്ധിയില്ലായ്മകൾ വന്നിട്ടുണ്ട്. അത് കർത്താവിനറിയാം. നമ്മെ നല്ലതുപോലെ, എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല എന്നെപ്പറ്റി, ഭർത്താവിന് അറിയത്തില്ല അതിനെപ്പറ്റി, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, സഭക്കാർക്ക് അറിയത്തില്ല. പേഴ്സണൽ ലൈഫ് ബിൽഡറാണ് നിങ്ങൾ ഓരോരുത്തരും. അവനവൻ്റെ ജീവിതത്തെ ബിൽഡ് ചെയ്യണം. ദിവസവും ദൈവവചനത്താൽ ഒന്ന് ശോധന ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അതിന് പറയേണ്ടത്, പരിശുദ്ധാത്മാവേ, അപ്പാ എനിക്ക് കഴിവില്ല നാഥ, എനിക്ക് കഴിവില്ല, എൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു തുറന്ന പുസ്തകം പോലെ അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. ഇത്രയേ ഉള്ളപ്പാ. പക്ഷെ അങ്ങാണ് എന്നെ മോൾഡ് ചെയ്യേണ്ടത്. അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവിങ്കല്ലേ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ, നിർമ്മലനായിരിക്കുവാൻ, സമാധാനമുള്ളവനാണ്, സമാധാനപുത്രനാണ്, ഹല്ലേലൂയ, ബുദ്ധിമാനാണ് എന്നെല്ലാം കർത്താവ് പറഞ്ഞ് എന്നെ വിളിക്കുവാൻ ദൈവം സഹായിക്കണം. ആ താഴോട്ട് വേഴ്സ് 17 പെട്ടെന്ന് വായിക്കാമോ? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും, ശാന്തതയും അനുസരണവും. ശാന്തത, അനുസരണം, പിന്നെ കരുണയും കരുണ. മറ്റുള്ളവനൊരു കരുണ തോന്നുന്നത്. ഹല്ലേലൂയ. നല്ല പ്രവൃത്തികളെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ആളാണ്. പെട്ടെന്ന് കരുണ തോന്നുന്ന ആൾക്കാരുണ്ട് മനസ്സിൽ. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കരുണ തോന്നുന്നു. അവരെ സഹായിക്കാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി വീണ് സഹായിക്കുന്നു. കരുണ തോന്നുന്നു. ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഓടിയെത്തുന്നു അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പാൻ. കരുണ തോന്നുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കരുണയും സൽഫലവും നിറഞ്ഞത്, അവിടെ പക്ഷപാതമില്ല, പിന്നെ കപടമില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മേഖലയാ കപടമില്ലാത്ത സ്നേഹം, കപടമില്ലാത്ത കൊടുപ്പ്, കപടമില്ലാത്ത വാങ്ങല്. ഹല്ലേലൂയ. കപടമുള്ളതിനെ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല പ്രിയമുള്ളവരെ. സ്തോത്രം.
നാം ഇതിൽ ഏത് ഗ്രൂപ്പിലാണ്? ഞാനൊരു 7 കാര്യങ്ങൾ പറഞ്ഞു. നിർമ്മലം, സമാധാനം, അനുസരണം, കരുണ, സൽഫലം നിറഞ്ഞത്, പക്ഷപാതമില്ല, കപടമില്ല. ഇത് ഏത് ഗ്രൂപ്പിലാണ്? ഇത്രയും ഗ്രൂപ്പുകളുണ്ടോ? കർത്താവ്, ഇത്രയും ഗ്രൂപ്പിൽ ഞാനുണ്ട്. കപടമില്ലാത്ത ഗ്രൂപ്പിലുണ്ട്, നിർമ്മലമായ ഗ്രൂപ്പിലുണ്ട്, സമാധാനമുള്ള ഗ്രൂപ്പിലുണ്ട്, സൽഫലം നിറഞ്ഞ ഗ്രൂപ്പിലുണ്ട്, നിർമ്മലമായ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ മറ്റേ ഗ്രൂപ്പ് നമുക്ക് വേണ്ട. ഫോഷ്ക്ക്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഇതൊന്നും വേണ്ട. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നാം കർത്താവിൻ്റെ തിരുമേശയിൽ സംബന്ധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു എന്ന് കർത്താവിനോട് ആര് പറയുന്നു? ആ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കാണുകയാണ് പ്രിയമുള്ളവർ.